നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് പ്രതി ഫൈസൽ ഫരീദ് കാണാമറയത്ത്. ദുബായിൽ ഒളിവിൽ തുടരുന്നതായിരുന്നു സൂചന. ഫൈസൽ ഫരീദിനായി അന്വേഷണം തുടർന്ന NIA-യും കസ്റ്റംസും. ദുബായിൽ നിന്ന് സ്വർണം എത്തിച്ചത് ഫൈസലിന്റെ പേരിലായിരുന്നു. ഫൈസലിനായി ഇന്റർപോളും അന്വേഷണം തുടരുകയാണ്. വിവരങ്ങൾ നൽകാനായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, വിശദാംശങ്ങൾ. അഞ്ജന, ഏറ്റവും കുപ്രസ്ഥമായ ഏറെ രാഷ്ട്രീയ ചർച്ചകൾക്കെല്ലാം തുടക്കമിട്ട നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു ഫൈസൽ ഫരീദ്. ആ ഫൈസൽ ഫരീദ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും 2020 സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കേസ് വിവിധ അന്വേഷണ ഏജൻസികൾ രജിസ്റ്റർ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഒളിവിൽ തുടരുന്നു. ദുബായിൽ ഇയാൾ കഴിയുന്നു എന്ന സൂചന തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലും അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. കാരണം നേരത്തെ ഫൈസൽ ഫരീദിനെ അവിടെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു, ദുബായിൽ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതിനുശേഷം പിന്നീട് ഇയാൾ പുറത്തിറങ്ങി ആ ഭാഗത്ത് തന്നെ അവിടെ തന്നെ ഒളിവിൽ തുടരുന്നു. എന്നാൽ ഈ അന്വേഷണ സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് ഫൈസൽ ഫരീദിന്റെ ചോദ്യം ചെയ്യൽ. ദേശീയ അന്വേഷണ ഏജൻസിയും ഒപ്പം തന്നെ കസ്റ്റംസും രജിസ്റ്റർ ചെയ്ത നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലെ വിവിധ അന്വേഷണങ്ങളിൽ 2 കേസിലും ഒരുപോലെ പ്രതിയാണ് ഈ ഫൈസൽ ഫരീദ്. അതിൽ NIA രജിസ്റ്റർ ചെയ്ത കേസ് എന്ന് പറയുന്നത് അതീവ ഗൗരവമുള്ളതാണ്. പ്രത്യേകിച്ച് രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായങ്ങൾ എത്തിച്ചു ഈ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് എന്നതായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ. ആ കേസുമായി ബന്ധപ്പെട്ട മുഖ്യ പ്രതി കൂടിയാണ് ഫൈസൽ ഫരീദ്. അങ്ങനെയുള്ള ഫൈസൽ ഫരീദ്, പ്രത്യേകിച്ച് ഇന്റർപോൾ അടക്കം തേടിക്കൊണ്ടിരിക്കുന്ന ഫൈസൽ ഫരീദ് ഇപ്പോഴും ഒളിവിൽ തുടരുന്നു, കാണാമറിയത്ത് തന്നെ തുടരുന്നു എന്നത് തന്നെയാണ് അന്വേഷണ സംഘത്തെ കുഴക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫൈസൽ ഫരീദിനായുള്ള അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ദേശീയ അന്വേഷണ ഏജൻസിയും ഒപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും. ഇപ്പോൾ ഇത് സംബന്ധിച്ച യാതൊരു സൂചനകളും, നിലവിൽ ഫൈസൽ ഫരീദ് എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള യാതൊരു സൂചനകളുമില്ല. ഇയാളുടെ പാസ്പോർട്ട് റദ്ദാക്കുന്നതടക്കമുള്ള നടപടികൾ നടന്നിരുന്നു. നയതന്ത്ര ബന്ധങ്ങളിലൂടെ ഇയാളെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഘട്ടത്തിൽ നടക്കുകയും എല്ലാം ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർക്ക് വേണ്ടിയാണ് സ്വർണം എത്തിച്ചത്, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കണ്ണികൾ ദുബായിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ, ഈ നയതന്ത്ര സ്വർണ്ണക്കടത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട ബുദ്ധികേന്ദ്രങ്ങൾ ആരെല്ലാമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയാവുന്ന ആളാണ് ഫൈസൽ ഫരീദ്. ഫൈസൽ ഫരീദിന്റെ പേരിലാണ് ഇങ്ങോട്ടേക്ക് നയതന്ത്ര സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട സ്വർണം കേരളത്തിലേക്ക് എത്തിച്ചത് ഈ ഫൈസലിന്റെ പേരിലായിരുന്നു. മാത്രമല്ല ഫൈസലും റബിൻസ് മുഹമ്മദ് എന്ന മറ്റൊരാളും ചേർന്നായിരുന്നു, കൂട്ടുപ്രതിയും ചേർന്നായിരുന്നു ഈ സ്വർണ്ണക്കടത്ത് കേസിന്റെ കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രിച്ചിരുന്നത്. ഇതിൽ റബിൻസ് പിടിയിലായി, ദേശീയ അന്വേഷണ ഏജൻസിയുടെ പിടിയിലായി, പിന്നീട് റിമാൻഡിലായി, നടപടികൾ നേരിടുന്നു. കേസുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ ചേർക്കപ്പെട്ടു. 2 കേസുകളിലും, അത് കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത കേസിലും ദേശീയ അന്വേഷണ ഏജൻസി രജിസ്റ്റർ ചെയ്ത NIA രജിസ്റ്റർ ചെയ്ത കേസിലും റബിൻസ് പ്രതിപട്ടികയിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ അപ്പോഴും ഫൈസൽ ഫരീദിനെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സമായി തന്നെ നിലനിൽക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടരണമെങ്കിൽ, അല്ലെങ്കിൽ ആരിലേക്കെല്ലാമാണ് ഈ അന്വേഷണം പ്രധാനമായും എത്തുന്നത്, ആരിലെല്ലാം നിയന്ത്രണങ്ങളാണ് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഫൈസൽ ഫരീദ് അറസ്റ്റിലാകുന്നതോടെ മാത്രമാണ് ലഭിക്കുകയുള്ളൂ. നേരത്തെ ഫൈസൽ ഫരീദ് ദുബായിൽ പിടിയിലായതുമായി ബന്ധപ്പെട്ട്, കസ്റ്റഡിയിലായതുമായി ബന്ധപ്പെട്ട് നേരത്തെ ജനൻ TV തുടക്കത്തിൽ തന്നെ ആ വാർത്ത നൽകിയിരുന്നു. ഫൈസൽ ഫരീദിന്റെ പിടിയിലായതും കസ്റ്റഡിയിലെടുത്തതുമായി ബന്ധപ്പെട്ട് ആദ്യം ആ വാർത്ത നൽകി. പിന്നീട് കസ്റ്റഡിയിലായതിനു ശേഷം അയാൾ ജാമ്യം ലഭിച്ച് പുറത്തു പോയതിനു ശേഷം ഒളിവിലേക്ക് പോവുകയായിരുന്നു. ആ ഒരു ഘട്ടത്തിലായിരുന്നു അന്വേഷണ സംഘം ആദ്യം കസ്റ്റഡിയിലെടുത്ത് ഈ കേസിന്റെ തുടക്കത്തിൽ 2020 ജൂലൈ നയതന്ത്ര സ്വർണ്ണക്കടത്ത് നടന്നതിന് പിന്നാലെയാണ് ഫൈസൽ ഫരീദിനെ അവിടെ ദുബായിൽ കസ്റ്റഡിയിലെടുത്തത് എങ്കിൽ പിന്നീട് ഇയാൾ ഒളിവിൽ പോവുകയും ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയും ചെയ്യുകയാണ്. ഫൈസൽ ഫരീദുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്ന നിരവധി ആളുകളുണ്ട്. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് പോലെ തന്നെ നിരവധി സ്വർണ്ണക്കടത്ത് കേസിൽ ഫൈസൽ ഫരീദുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൂട്ടുകച്ചവടക്കാരായ നിരവധി ആളുകളുണ്ട്. ഇവരെല്ലാം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുമ്പോൾ തന്നെയാണ് ഫൈസൽ ഫരീദ് ഇപ്പോഴും ഒളിവിൽ തുടരുന്നത്. ശരി, നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് പ്രതി ഫൈസൽ ഫരീദ് കാണാമറയത്ത്. ദുബായിൽ ഒളിവിൽ തുടരുന്നതായി സൂചന. ഫൈസൽ ഫരീദിനായി അന്വേഷണം തുടർന്ന് NIA-യും കസ്റ്റംസും. ദുബായിൽ നിന്ന് സ്വർണം എത്തിച്ചത് ഫൈസലിന്റെ പേരിലായിരുന്നു. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് ജിജീഷ് കരുണാകരൻ നൽകിയത്.